ബൈക്കിന്റെ ഫ്രണ്ട് ഫോക്സ് നമുക്ക് എങ്ങനെ ബെറ്റർ ആയിട്ട് കീപ്പ് ചെയ്യാം എന്നുള്ള ഒരു കാര്യമാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ഫ്രണ്ട് ഫോക്സിന്റെ മെയിൻ്റെനൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ഫോക്സ് മാത്രമല്ല, അതിന് കൂടെ വരുന്ന കുറച്ച് കാര്യങ്ങളോട് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വണ്ടിയുടെ ഫ്രണ്ട് ആൻഡ് ഫീൽ നമുക്ക് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്ത് എൻജോയ് ചെയ്ത് ഓടിക്കാൻ പറ്റും. അപ്പോൾ അതിൽ ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോൺസെപ്റ്റ് തന്നെയാണ്. കോൺസെപ്റ്റ് നല്ല രീതിയിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. കോൺസെപ്റ്റിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് ബൈക്കിന്റെ ടോട്ടൽ കൺട്രോൾ മാത്രമല്ല ഫ്രണ്ട് ആൻഡ് ഫീൽ ഒന്നും നമുക്ക് കിട്ടൂല. നമ്മൾ നന്നായിട്ട് ഇതിന്റെ ഫ്രണ്ട് കോൺസെപ്റ്റ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. ഇപ്പോൾ R15 വരുന്ന കോൺസെപ്റ്റ് സ്റ്റോക്ക് വരുന്നതിൽ ചെറിയ ഇഷ്യൂ ഉണ്ട്. പെട്ടെന്ന് കംപ്ലൈന്റ് ആവുന്നതായിട്ട് ഒരുപാട് ഓണേഴ്സ് പറയുന്നത് ഞാൻ കേട്ടു. എനിക്കും പെട്ടെന്ന് കംപ്ലൈന്റ് ആയിപ്പോയി. അതുകൊണ്ട് തന്നെ നമുക്കതിന് എന്ത് സൊല്യൂഷൻ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഞാൻ മുമ്പ് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ചാനൽ ചെക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. പിന്നെ നെക്സ്റ്റ് പോയിന്റ് ഫോർക്ക് ഓയിൽ സീൽസ് ആണ്. ഈച്ച് ടൈം നമ്മൾ ഓയിൽ ചേഞ്ച് ചെയ്യുന്ന സമയത്ത്, അതായത് ഫോർക്ക് ഓയിൽ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഓയിൽ സീല് കംപ്ലൈന്റ് ആണെങ്കിലും അല്ലെങ്കിലും മാറ്റി വിടുന്നതാണ് നല്ലത്. കാര്യം ഇപ്പോൾ നമ്മൾ കംപ്ലൈന്റ് അല്ല, നമുക്ക് കുഴപ്പമില്ല, പഴയ തന്നെ ഇട്ട് നമ്മൾ പുതിയ ഓയിൽ വെച്ച് ഓടിക്കുകയാണ്. കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് അത് കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഫുള്ള് പിന്നെ റീപ്ലേസ് ചെയ്യണം, കൂടുതൽ നഷ്ടമാണ്. ഫ്രണ്ട് ഫോക്സ് ഓയിൽ മാറ്റുന്ന സമയത്ത് ഈ ഒരു ഫോർക്ക് ഓയിൽ സീലും കൂടെ മാറ്റുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം. പിന്നെ നമ്മൾ ഓയിൽ ചേഞ്ചിന്റെ ഒരു ഇന്റർവെല്ലാണ്. ഇപ്പോൾ ഒരു 15,000 to 20,000 നമ്മൾ മാറ്റേണ്ടി വരും. അത് ഓരോ ബൈക്സിനും ഡിപ്പെൻസ് ആണ്. ചിലതിൽ 15,000 മാറണം, ചിലതിൽ 17,000 ആയിരിക്കും, ചിലതിൽ 20,000 ആയിരിക്കും. ഇത് ടേക്ക് കെയർ ചെയ്യാതിട്ട് മാക്സിമം ഇട്ട് ഓടിക്കാൻ നിൽക്കരുത്. അങ്ങനെ ഓടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടുതൽ നമുക്ക് പിന്നെ ഭാവി കൂടുതൽ ഫണ്ട് നമ്മൾ ഇതിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെ കറക്റ്റ് ടൈമിൽ ഇതിന്റെ ഓയിൽ ചേഞ്ച് ചെയ്ത് പോകുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. മാത്രമല്ല, ഓടിക്കാനുള്ള ഫീൽ ഇമ്പ്രൂവ് ചെയ്യാനും ഏറ്റവും നല്ലത് പുതിയ ഓയിൽ നമ്മൾ കറക്റ്റ് ടൈമിൽ മാറ്റി ഓടിക്കുന്നത് തന്നെയാണ്. അടുത്ത പോയിന്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗ്രൗണ്ടുമായിട്ടുള്ള ഫസ്റ്റ് കോൺടാക്ട് എന്ന് പറഞ്ഞാൽ ടയർ തന്നെയാണ്. സോ ബെറ്റർ ആയിട്ടുള്ള ടയർ യൂസ് ചെയ്യുക. ബെറ്റർ ആയിട്ടുള്ള ടയർ എപ്പോഴും നല്ല കോൺഫിഡൻസ് നമുക്ക് തരും ബൈക്കിൽ. അപ്പോൾ ബെറ്റർ ആയിട്ടുള്ള ടയർ, അതുപോലെ തന്നെ വീൽ ബെയറിങ്ങും ശ്രദ്ധിക്കുക. നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ട് ആൻഡ് ഫീൽ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ ഫ്രണ്ട് ഫോക്കിൽ നമുക്ക് ഓയിൽ മാറ്റണം എന്ന് കരുതി ഏതെങ്കിലും ഓയിൽ എടുത്ത് ഒഴിക്കരുത്. എഞ്ചിൻ ഓയിൽ പോലെ തന്നെ ഇതിനും ഗ്രേഡ് ഉണ്ട്. അപ്പം നിങ്ങളുടെ മാനുഫാക്ചറർ റെക്കമെൻഡ് ചെയ്യുന്ന ഏത് ഗ്രേഡ് ഓയിലാണോ അത് ജസ്റ്റ് നമ്മുടെ ഓണേഴ്സ് മാനുവലിൽ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ആ ഒരു ഓയിൽ തന്നെ കറക്റ്റ് വാങ്ങിച്ച് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കും. പിന്നെ ഇപ്പോൾ യമഹയുടെ ബൈക്സിലാണെങ്കിൽ ഇപ്പോൾ ഏതാണ് ബെസ്റ്റ് ഓയിൽ, ഇപ്പോൾ ആഫ്റ്റർ മാർക്കറ്റ് ഓയിൽസ് ഉണ്ടോ, അല്ലെങ്കിൽ ഇപ്പോൾ സ്റ്റോക്ക് ഓയിൽ തന്നെ ഒഴിച്ചാൽ മതിയോ, എന്താണെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് ഓയിൽ യൂസ് ചെയ്ത് എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല. ബട്ട് സ്റ്റിൽ ഞാൻ എൻ്റെ ബൈക്കിൽ സ്റ്റോക്ക് ആയിട്ടുള്ള ഓയിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇതിൽ തന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് വേർഷൻ 4 തൊട്ടാണ് ഈ ഒരു USD ഫോക്സ് വരുന്നത്. അപ്പോൾ അതിന് മുമ്പെല്ലാം ടെലസ്കോപ്പിക് സസ്പെൻഷൻസ് ആയിരുന്നു. അപ്പോൾ ആ സസ്പെൻഷൻ യൂസ് ചെയ്യുന്ന ഓയിൽ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ആ ഓയിൽ നമ്മൾ ഇതിൽ ഒഴിച്ചാലുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റും, പക്ഷേ ആ ഒരു ഫീൽ ഉണ്ടാവില്ല. അതിപ്പോൾ നോർമൽ യൂസ് ചെയ്യുന്ന ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ നമുക്കത് വലിയൊരു ഫീൽ ഉണ്ടാവില്ല. പക്ഷേ ബൈക്ക് നല്ല എൻജോയ് ചെയ്ത് ഓടിക്കുന്ന ഒരു വ്യക്തിക്ക് സംബന്ധിച്ചിടത്തോളം അത് നമുക്ക് കറക്റ്റ് അതിൻ്റെ ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യും. സോ ആ ഒരു ഓയിൽ ഇതിൽ യൂസ് ചെയ്യാതെ ഞാനിപ്പോൾ ഫോട്ടോ ആൻഡ് പാർട്ട് നമ്പറോട് വെച്ചേക്കാം. ഈ ഒരു ഓയിലാണ് നമുക്ക് ഈ ഒരു USD ഫോക്സിന് വരുന്നത്. ഫ്രം യമഹയുടെ സ്റ്റോക്ക് ആണ്. അപ്പോൾ ഈ ഒരു ഓയിലാണ് ഞാൻ എൻ്റെ ബൈക്കിന് യൂസ് ചെയ്യുന്നത്. നല്ല ഫീൽ ആൻഡ് ഫീഡ്ബാക്ക് ആണ്. വില കുറച്ച് കൂടുതലാണ്, ബട്ട് ഈ ഒരു ഓയിൽ തന്നെ വാങ്ങി മാക്സിമം യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ വേറൊരു പോയിന്റ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഫോക്സിന്റെ ആ ഒരു ഇന്നർ ട്യൂബ് നമുക്ക് പുറത്ത് വിസിബിൾ ആയിട്ടുള്ള ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, ഈ ഒരു ഏരിയ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെക്കുക. എപ്പോഴും ഡേർട്ട് ആവാൻ കൂടുതൽ ചാൻസ് ഉള്ള സ്ഥലമാണ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുക. ക്ലീൻ ചെയ്യാൻ യൂസ് ചെയ്യാവുന്ന ഒരു ബെറ്റർ സാധനം എന്ന് പറഞ്ഞാൽ ഒരുപാട് വില കൊടുത്ത് വലിയ ക്ലീനേഴ്സ് ഒന്നും വാങ്ങിക്കണമെന്നില്ല. WD-40 വാങ്ങിച്ചാൽ മതി. ചെറിയൊരു ടിന്ന് മേടിച്ച് കഴിഞ്ഞാൽ നമുക്കിത് സുഖമായിട്ട് ക്ലീൻ ചെയ്ത് കൊണ്ടുനടക്കാവുന്നേ ഉള്ളൂ. ചെറിയൊരു ടിന്നിന് എനിക്ക് തോന്നുന്ന ഒരു 80 rupees ഒക്കെ വരുന്നുള്ളൂ. അത് ജസ്റ്റ് വാങ്ങിക്കുക, സ്പ്രേ ചെയ്യുക, നല്ലൊരു മൈക്രോഫൈബർ ക്ലോത്ത് വെച്ച് നന്നായിട്ട് വൈപ്പ് ചെയ്ത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ക്ലീൻ ആയിട്ടിരിക്കും. പിന്നെ ഇത് സ്പ്രേ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്രേക്സിന്റെ റോട്ടറിൽ ഇത് ഒരിക്കലും ആവരുത്. ആയി കഴിഞ്ഞാൽ ഫ്രിക്ഷൻ കുറയ്ക്കും. സോ റോട്ടേഴ്സിലാവാതെ ശ്രദ്ധിച്ച് വേണം ഇത് സ്പ്രേ ചെയ്ത് ക്ലീൻ ചെയ്യാൻ വേണ്ടി. വേറെ എക്സ്ട്രാ കെയർ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഫോക്സിൽ കവർ മേടിച്ച് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലെയുള്ള കവേഴ്സ് ഒരുപാട് നമുക്കിപ്പോൾ ഓൺലൈനിൽ അവൈലബിൾ ആണ്. നമുക്ക് വാങ്ങി യൂസ് ചെയ്യാം. ബെറ്റർ ആണ്. നമുക്ക് ഡേർട്ടും ഇതൊന്നും ഒരുപാട് ഇതിലോട്ട് ഡെപ്പോസിറ്റ് ഉണ്ടാവില്ല. പക്ഷേ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ കറക്റ്റ് ടൈമിൽ അതിനെ ഇടയ്ക്ക് നമ്മൾ ഒരുപാട് ചെളിയിലും അല്ലെങ്കിൽ മഴയത്തൊക്കെ ഓടിച്ചിട്ട് വന്നിട്ട് നമ്മൾ അതിനെ ഊരി കറക്റ്റായിട്ട് ക്ലീൻ ചെയ്ത് ഡ്രൈ ചെയ്ത് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അല്ലാതെ നമ്മൾ വൺസ് ഇത് വെച്ചു നമ്മൾ ഒരുപാട് നാൾ തിരിഞ്ഞു നോക്കാതിരുന്നാൽ അതും കൂടുതൽ പ്രശ്നത്തിലോട്ട് ലീഡ് ചെയ്യും. സോ ഇത്രയൊക്കെ തന്നെ എനിക്ക് ഫോക്സിന്റെ കാര്യത്തിൽ പറയാനുള്ളൂ. നിങ്ങൾ കൂടുതൽ എന്തെങ്കിലും അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് താഴെ കമന്റായിട്ട് എഴുതിയാൽ മതി, നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും ഇതിനെക്കുറിച്ച് എക്സ്ട്രാ എന്തെങ്കിലും പോയിന്റ്സ് ടേക്ക് അറിയാനോ അല്ലെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള ഓയിൽസോ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ജസ്റ്റ് താഴെ ഒന്ന് കമന്റായിട്ട് എഴുതുക. അപ്പോൾ എനിക്കത് യൂസ്ഫുൾ ആയിരിക്കും. നമുക്ക് എന്തായാലും ഇനി അടുത്ത വീഡിയോയിൽ കാണാം.